മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ശബരിനാഥന് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം. എന്നിട്ട് വിവേകത്തോടു കൂടി ഓരോ മലയാളികളും ഒന്ന് ചിന്തിച്ചു നോക്കണം. ശബരിനാഥിന് പകരം ഏതെങ്കിലും ഒരു BJP നേതാവായിരുന്നു ഈ ഒരു പോസ്റ്റ് ഇട്ടത് എങ്കിൽ ഏത് തരത്തിൽ നമ്മുടെ പ്രമുഖ മാധ്യമങ്ങള് ആഘോഷിച്ചേനെ എന്ന്. ഇതിപ്പോ ശബരിനാഥിന്റെ പോസ്റ്റ് ആയതുകൊണ്ട് ഒരാൾക്കും ഒരു മിണ്ടാട്ടമില്ല. ഏതായാലും ശബരിനാഥിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. BJPയോട് മുട്ടിയിട്ടെട്ട് നിലയിൽ പൊട്ടിയതിന്റെ ക്ഷീണമാണ് ഈ പോസ്റ്റിൽ ഉടനീളം വിളിച്ചു പറയുന്നത്. വായിച്ചു. തിരുവനന്തപുരം നഗരസഭ അധികാരമേറ്റ നാൾ മുതൽ ഒരു ക്രിയാത്മക പ്രതിപക്ഷമായി UDF പ്രവർത്തിക്കുകയാണ്. വികസനത്തിനും മറ്റു പൊതുകാര്യങ്ങളിലും നഗരസഭയെ അനുകൂലിക്കുകയും എന്നാൽ ദിശ തെറ്റി അവർ സഞ്ചരിക്കുമ്പോൾ വിഷയങ്ങളിൽ ശക്തമായ രാഷ്ട്രീയ പോരാട്ടവുമായി ഞങ്ങൾ 20 കൗൺസിലർമാർ മുന്നോട്ടു പോവുകയാണ്. എന്നാൽ ഇന്നലെ നഗരസഭയിൽ വായോട്ടുകോണം കൗൺസിലറുടെ അവധിയുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നപ്പോൾ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവ് മേയർ വായിച്ചപ്പോൾ ഞങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. കൗൺസിൽ കഴിഞ്ഞ് നേരെ ആഭ്യന്തരമന്ത്രിയെ കണ്ടപ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായത്. ഇത്രയും വിവാദമായ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഓഫീസ് പോലും അറിയാതെ ഈ വകുപ്പിലെ ഉദ്യോഗസ്ഥർ കൈകാര്യം ചെയ്തു എന്ന് മാത്രമല്ല, സായിപ്പിനെ കണ്ടാൽ കവാത്ത് മറക്കുന്നത് പോലെ നിയമത്തിന്റെയും ലോജിക്കിന്റെയും എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ടാണ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ഒരു ദുർബല ഉത്തരവ് ഇറക്കിയത്. ആരുടെ പ്രീതിക്ക് വേണ്ടിയാണ് ഈ വിഷയത്തിൽ ഉദ്യോഗസ്ഥരെ അതൃപ്തി അറിയിച്ച ആഭ്യന്തരമന്ത്രി നടപടികൾ സ്വീകരിക്കുമെന്നുള്ളത് ആശ്വാസത്തിന് വക നൽകുന്നു. എനിക്ക് അറിയാൻ കഴിയുന്നത് ഈ ഫയലിലെ കരുതലിന്റെ ഉറവിടം തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്നാണ് എന്നുകൂടി മനസ്സിലാക്കുന്നു. അതായത് ആഭ്യന്തരമന്ത്രിക്കും അതേപോലെ തന്നെ തദ്ദേശ വകുപ്പ് മന്ത്രിയെയും കൃത്യമായിട്ട് ഈ എഴുത്തിൽ കോട്ട് ചെയ്യുന്നുണ്ട്. ഭരണം മാറുമ്പോൾ ഉദ്യോഗസ്ഥർ ഭരണപക്ഷം പറയുന്നത് അക്ഷരം തെറ്റാതെ അതുപോലെ അനുസരിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ ഭരണം മാറിയിട്ടും നിയമവിരുദ്ധമായി ഫയലിൽ തങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും എഴുതി വെക്കാമെന്ന ചില ഉദ്യോഗസ്ഥരുടെ ധാർഷ്ട്യം അവസാനിപ്പിക്കാൻ ഭരണ സംവിധാനം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഇതിന്റെ പാപഭാരം അനുഭവിക്കാൻ പോകുന്നത് പാർട്ടിയും മുന്നണിയുമാണ്. നേതാക്കൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു. തിരുവനന്തപുരം നഗരസഭയിൽ നടക്കുന്ന തെറ്റുകൾക്കെതിരെ ഞങ്ങൾ UDF കൗൺസിലർമാരുടെ പോരാട്ടങ്ങൾ തുടരും. അതായത് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ 1-2 കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് എടുത്തു പറയുന്നുണ്ട്. മേയർ ശബരിനാഥ ഇത് UDFന്റെ കൃത്യമായ രേഖയാണ്. UDF സർക്കാർ തന്നിട്ടുള്ള സർക്കുലർ ആണ് ഞാൻ വായിക്കുന്നത് എന്ന് മേയർ പറഞ്ഞ സമയത്ത് ശബരിനാഥൻ ഞെട്ടി എന്നുള്ളത് ശബരിനാഥൻ പോലും ഫേസ്ബുക്കിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഈ പോസ്റ്റിലെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ആഭ്യന്തരമന്ത്രിക്കെതിരെ അതേപോലെ തന്നെ തദ്ദേശ വകുപ്പ് മന്ത്രിക്കെതിരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇവരുടെ ശ്രദ്ധക്കുറവുണ്ടായി എന്ന്. അതായത് ശബരിനാഥൻ KM ഷാജിയെയും രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും ആഞ്ഞടിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമവും എന്തേ വാർത്തയാക്കാത്തത്? കോൺഗ്രസിൽ UDFൽ തല്ലി എന്ന് പറഞ്ഞ് എന്താ ഇവിടെ ഒരു പെട്ടിക്കോള വാർത്ത പോലും ഈ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട് കൊടുക്കാത്തത്? നിങ്ങൾക്ക് രാജീവ് ചന്ദ്രശേഖർ ചോറ് തിന്നുന്നതിന്റെ ഫോട്ടോ കിട്ടിയാൽ മതിയല്ലോ തല്ലാണ് പ്രശ്നമാണ് എന്ന് വിളിച്ചു പറയാൻ. അതല്ലേ വിവേകമുള്ള ഓരോ വിവേകമുള്ള മലയാളിയും ചിന്തിച്ചു നോക്കൂ. ഞാൻ ഇവിടെ പറയുന്നത് തെളിവുകൾ സഹിതം. അതായത് ആഭ്യന്തരമന്ത്രിക്കെതിരെ തദ്ദേശ വകുപ്പ് മന്ത്രിക്കെതിരെ KM ഷാജിക്കെതിരെ കൃത്യമായിട്ട് ശബരിനാഥൻ കാര്യങ്ങൾ ആഞ്ഞടിച്ചിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ട് UDF സർക്കാരിനെതിരെ തന്നെയാണ് ശബരിനാഥൻ ആഞ്ഞടിച്ചത്. എന്നിട്ട് അതൊരു ഒരു വാർത്ത പോലും ആക്കുന്നില്ല. ഒരു പെട്ടിക്കോള വാർത്ത അതുപോലും ആക്കുന്നില്ല. ഇനി മറ്റൊന്നുകൂടി കൃത്യമായിട്ട് ശബരിനാഥൻ തന്നെ ഈ സുധീഷ് കുമാറിനെ കുറിച്ച് പറയുന്നതൊന്ന് കേൾക്കണ്ടേ? സംഘിപ്പേര് വിളിച്ച് തോൽപ്പിക്കാൻ ഒരു ശ്രമം. നിങ്ങളൊന്നോട്ടു
സുധീഷ് കുമാർ UDF കൗൺസിലർ അല്ലല്ലോ. എവിടെ UDF സസ്പെൻഡ് ചെയ്ത് കളഞ്ഞല്ലോ. നമ്മളിതാ 20 ആളുകളുള്ളപ്പോൾ നമ്മൾ ഒരു സമരത്തിന് വരുന്ന ആളല്ലോ. UDF കൗൺസിലർ അല്ല അദ്ദേഹം BJP പ്രതിനിധിക്കുന്ന ആളാണ്. അവിടെ UDF കോൺഗ്രസിനില്ല, അവിടെ UDF സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യമുള്ളൂ, അദ്ദേഹത്തിനെ വോട്ട് ചെയ്ത പാവപ്പെട്ടത്തിൽ കോൺഗ്രസുകാരെ കരയുകയാണ്. അന്നാട്ടിലെ പാവപ്പെട്ട തീരദേശക്കാരും അന്നാട്ടിലുള്ള പാവപ്പെട്ട ആളുകളൊക്കെ വോട്ട് ചെയ്താണ് അദ്ദേഹം ജയിച്ചു വന്നത്. എന്നിട്ട് അദ്ദേഹം സംഖ്യയായതിൽ അവിടുത്തെ നാട്ടുകാർക്ക് പ്രശ്നം കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ സുധീഷ് കുമാർ നമുക്ക് ഇഷ്യൂ അല്ല. അദ്ദേഹം കോൺഗ്രസ് അല്ല, അദ്ദേഹം UDF അല്ല, അദ്ദേഹം സംഖ്യകളുടെ ഹെൽപ്പ് വാങ്ങിച്ചുകൊണ്ട് കാര്യങ്ങൾ തിരിച്ചിരിക്കട്ടെ. ഞാൻ പറയുന്നു, നിങ്ങൾ കേട്ടില്ലേ, 8 നിലയിൽ സുധീഷ് കുമാർ കൂടി പിന്തുണച്ച സമയത്തെ ശബരിനാഥന്റെ നില തെറ്റിയിട്ടുണ്ട്. എന്നിട്ട് സംഘിപ്പേര് വിളിക്കുക, സംഘിച്ചാപ്പ അടിക്കുക. ഈ സുധീഷ് കുമാറിന്റെ സ്വതന്ത്ര കൗൺസിലറെ കൈപ്പത്തി ചിഹ്നത്തിലാണല്ലോ അവിടെ മത്സരിച്ചത്. ശബരിനാഥൻ പറഞ്ഞത് കേട്ടില്ല, അവിടെയുള്ള കോൺഗ്രസ്സുകാർക്ക് വലിയ പ്രശ്നമാണ്. അവിടെ കൈപ്പത്തി ചിഹ്നത്തിലൊന്നല്ല, അദ്ദേഹം അവിടെ മത്സരിച്ചത് സ്വതന്ത്രനായിട്ടാണ്. പിന്നെ അദ്ദേഹം BJPയെ പിന്തുണച്ചു എന്നൊന്നും പറയുന്നില്ല, മറിച്ച് സുഗതന് വേണ്ടി ഈ കൗൺസിൽ മുന്നോട്ട് പോവാനാ. പിന്നെ സുധീഷ് കുമാർ കൃത്യമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഈ ഭരണം പൂർത്തീകരിക്കുന്നത് വരെ സത്യസന്ധമായ കാര്യങ്ങൾ BJP ചെയ്താൽ ഞാൻ പിന്തുണയ്ക്കുമെന്നും സുധീഷ് കുമാർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞാൻ അതും കൂടി ഒന്ന് ഇവിടെ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് കേട്ടു. BJPയുടെ കേസല്ല ഞാൻ ഇവിടെ വന്നു വെച്ച് കഴിഞ്ഞാല്, ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, സുഗതൻ എന്ന് പറഞ്ഞാൽ എന്നോടൊപ്പം കൗൺസിലിൽ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഇപ്പം നടന്നിരിക്കുന്ന പ്രശ്നം കോടതിയാണ് അത് പരിഹരിക്കാനുള്ളത്. ഇദ്ദേഹം ഒരു ലീവ് ആപ്ലിക്കേഷൻ പറയുമ്പോഴത്തേക്കും അതിനെ മുന്നോട്ട് വെച്ചുകൊണ്ട് അതിന് അംഗീകരിക്കണമെന്നുള്ള നിലപാടാണ് ഞാൻ പറയുന്നത്. ഈ പ്രതിപക്ഷത്തോട് ഞാൻ ആവശ്യപ്പെടുന്നതാണ്, എന്ത് നിയമ നടപടികൾ വരണ്ടോട്ടെ, നിയമ നടപടികൾ വരുന്ന സമയത്ത് ആ സമയത്താണ് തീരുമാനം എടുക്കാനുള്ളത്. ഒരു കൗൺസിലിനെ ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് എപ്പോഴും അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് പോകുന്നത് ശരിയായ നടപടിയല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. നിങ്ങൾ കേട്ടില്ലേ, സുധീഷ് കുമാർ കൃത്യമായിട്ട് പറയുന്നു, എപ്പോഴും ഇത് മുന്നോട്ട് പോവാൻ സമ്മതിക്കാതിരിക്കുന്നത് നെറുകേടാണ് എന്ന് പച്ചക്ക് അദ്ദേഹം പറയുന്നുണ്ട്. യാഥാർത്ഥ്യമല്ലേ? ജനങ്ങൾ തിരഞ്ഞെടുത്തൊരു ഭരണ സംവിധാനം, അതിനെ ഈ പറയുന്ന ശബരിനാഥിന്റെയൊക്കെ നേതൃത്വത്തിൽ അതങ്ങ് അട്ടിമറിക്കാൻ ശ്രമം. എന്നിട്ട് ജനങ്ങളെ കാര്യം വെറുതെ വിളിച്ചു പറയാം. ജനങ്ങളോട് ശബരിനാഥിനും കൂട്ടർക്കും എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അവിശ്വാസ പ്രമേയമൊക്കെ ആയിട്ട് രംഗത്ത് വന്ന് ഭരണത്തെ തന്നെ അങ്ങ് അട്ടിമറിക്കാൻ ശ്രമിക്കുമോ? എന്നിട്ട് ഒരു വിവരവും വിവേകവും ഇല്ലാത്ത ആളുകൾ വിളിച്ചു പറയുന്നത് പോലെ ശബരിനാഥൻ പറയോ സംഘി സഹായം നേടി, സംഘികളെ സഹായി. ആ ചാപ്പയടിയൊന്നും ഇനി കേരളത്തിൽ അധികം വില പോവില്ല ശബരിനാഥ. പുതിയ എന്തെങ്കിലും ചാപ്പയടി ഉണ്ടെങ്കിൽ അതും പൊക്കി വരോ? ഈ അവിശ്വാസ പ്രമേയത്തിനൊക്കെ തുനിഞ്ഞിറങ്ങിയ ശബരിനാഥിന് ഒരു സ്വതന്ത്ര കൗൺസിലറെ ഒപ്പം നിർത്താൻ പോലും സാധിച്ചിട്ടില്ല. ആ കൗൺസിലറെ BJP അങ്ങ് എടുത്തുകൊണ്ടുപോയി. അത് കൃത്യമായിട്ട് ഞാൻ ഞെട്ടി എന്നത് ഉൾപ്പെടെ ശബരിനാഥൻ ഫേസ്ബുക്ക് പോസ്റ്റില് തുറന്നു സമ്മതിക്കുന്നുണ്ട്. അതായത് ശബരിനാഥൻ പരാജയം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് തുറന്ന് സമ്മതിച്ചു. രമേശ് ചെന്നിത്തലയ്ക്കെതിരെ, KM ഷാജിക്കെതിരെ കൃത്യമായിട്ട് സംസാരിച്ചു. അതിവിടെ ഒരു പെട്ടിക്കോള വാർത്ത പോലുമല്ല. നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾക്ക് രാജീവ് ചന്ദ്രശേഖർ എന്തെങ്കിലും ചോറ് തിന്നുന്നോ അതിന്റെ ഒരു ഫോട്ടോ കിട്ടിയാൽ മതി, അങ്ങ് ആഘോഷിക്കും. രാജീവ് ചന്ദ്രശേഖർ ചോറും തന്നും ആ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റും ചെയ്യും, ഭരണത്തെ നിലനിർത്തുകയും ചെയ്യും. എണ്ണയിട്ട യന്ത്രം പോലെ BJP വർക്ക് ചെയ്തു. തലസ്ഥാന നഗരിയിലെ ഭരണം BJP അങ്ങ് ഉറപ്പിച്ചു. എതിരായിട്ട് UDF വേണ്ടി രംഗത്തുള്ള ശബരിനാഥൻ 8 നിലയിൽ പൊട്ടുകയും ചെയ്തിരിക്കുന്നു.